നാട്ടില്ലാത്തതാണ്. ഇതല്ലോ പൗഡർ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ഇല്ലാത്തത് കൊണ്ട് എന്താണ് സിറം നമുക്കൊരു മോയ്സ്ചറൈസർ ഇതാരതാ കാറ്റത്തെ കളിക്കായ അല്ലെങ്കിൽ എന്നെ കുട്ടിയല്ലേ എനിക്ക് വിളിച്ചു. ഇതൊന്ന് ഇട്ടോട്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളൊരു യാത്ര പോവുകയാണ്. നമ്മുടെ ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയായി. ഞാനാണ് ഏറ്റവും അവസാനം ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ലേറ്റായി. നമുക്ക് പോകേണ്ടത് ഊട്ടിക്കാണ്. അപ്പോൾ നിലമ്പൂർ വഴിയാണ് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ട്രിപ്പിലത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ എന്തായാലും വഴിയെ കാണിച്ചു തരാം. ഡ്രൈവർ ഇതൊക്കെ വണ്ടി കേട്ടിടും. അയ്യോ, എന്റെതൊക്കെ മറന്നു കണക്ക് ബുക്ക്. ഇതിനെ ഒന്ന് നോക്കിക്കോ, ഞങ്ങൾക്കൊരു സമാധാനത്തിന്. പാവ എഴുതിയിട്ടില്ല. മേമായ ഊട്ടി പോയിട്ട് വേട്ടെ വാ. അത് മറക്കരുത്, കൈ പിടിച്ച സാധനം. ഇതാണ് നമ്മുടെ ജിൻസുവിന്റെ ഉമ്മ. ബൈ, വന്നിട്ട് കാണാം എന്തായാലും. ശരി, അപ്പൊ അസ്സലാമു അലൈക്കും. ബൈ. എടാ, നമ്മളപ്പോ ബാംഗ്ലൂർ വെച്ച് കാണാം. അപ്പൊ ഞങ്ങള് പോട്ടെ. ഇല്ല, ഇതാണ് നമ്മുടെ ജീനയുടെ ഔട്ട്ഫിറ്റ്. ടുഡേസ് ഔട്ട്ഫിറ്റ് എനിക്ക് ഇഷ്ടായി. റോഷി കിട്ടുന്ന സ്ഥലത്ത്. അപ്പൊ കാർ കയറിയിട്ട് കാണാം. വാ. യാ, എവിടെങ്കിലും വെച്ച് കിട്ടും. ഓക്കേ, ബാംഗ്ലൂർ. ബാംഗ്ലൂർ അപ്പൊ ഞങ്ങള് പോയി വരാം. ഓക്കെ, വെച്ചോടാ. ജേർണി സ്റ്റാർട്ടിങ്. അവൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആ, നെറ്റ് കുറവാ. ആ, ഫ്രൂട്ട്സ് ഓക്കെ. വരാൻ ബർക്കത്ത് ചെയ്യട്ടെ എല്ലാ സീസണിലും. ആരോഗ്യം അക്കൗണ്ടിലും പൈസ തരട്ടെ. അക്കൗണ്ടിനും ശരീരത്തിനും ആരോഗ്യം തരട്ടെ. പോയിട്ട് വരാം. അപ്പൊ അവർക്ക് എല്ലാവർക്കും അന്വേഷണം പറഞ്ഞേക്കും. അവൾക്ക് അന്വേഷണം പറ, അന്വേഷിച്ചെന്ന് പറയാൻ. ഓക്കെ, അപ്പൊ നിങ്ങള് വിളിക്കുക എന്തായാലും. ഓ,
ദിയ ഓക്കെ. അവർക്ക് മറ്റുള്ള മോനെ ലക്ഷ്മി ആരാ മോനെ ഓക്കെ. ജാക്കറ്റ് ഇട്ട് വാങ്ങി ഓക്കെടാ. റീൽസിലൊക്കെ കാണുന്ന റോഡൊക്കെ കഴിഞ്ഞു. നിലമ്പൂരെത്തിയാ? അപ്പൊ നമ്മള് ആദ്യം വയനാട് വഴി പോവാനായിരുന്നു പ്ലാൻ ചെയ്തേ. വയനാട് ബന്ദിപ്പൂർ അതേപോലെ. പക്ഷെ ഇപ്പൊ നിലമ്പൂർ ഗുണ്ടല്ലൂർ അല്ലെ, ഗൂഡല്ലൂർ, സോറി, ഗൂഡല്ലൂർ വഴി പോവാണ്. അപ്പൊ 1 hour നമുക്ക് ലാഭമാണ്. എനിക്ക് തോന്നുന്നു വ്യൂ ആ സൈഡായിരിക്കും. എന്തായാലും വയനാട് വഴി പോകണ്ടെങ്കിൽ ഇവിടെ ഫോറസ്റ്റ് നല്ല വ്യൂ ആണ്. ഇവിടെ ഫോറസ്റ്റ് കയറുക. ഇവിടെ ഫോറസ്റ്റ് കയറാം. പക്ഷെ ഫോറസ്റ്റ് കയറാൻ മുമ്പ് ഫുഡ് ഡ്രൈവർ, ഞാൻ പ്യൂർലി നോൺ വെജ് ആണ്. ഇന്നലെ പ്രത്യേകിച്ച് പറയേണ്ട എന്റെ റിവർ വ്യൂല് പ്രത്യേകിച്ച് നോൺ വെജിനെ കണ്ടില്ല. ഇപ്പൊ നേടിയത് നമ്മളെല്ലാവരും നോൺ വെജിറ്റേറിയൻ. ഇതെല്ലാം കൂടി ഒറ്റ വീഡിയോ വെക്കാനത് എങ്ങനെ പാട്ടായിട്ട് ഒറ്റ വീഡിയോ ഒറ്റ വീഡിയോ. ഹായ് വിടും. ഇപ്പൊ എണീറ്റ് വന്നിരിക്കുകയാണ്. നമ്മളെങ്ങോട്ട് തട്ടുകടയിലേക്കാണോ? 5 സ്റ്റാർ ഹോട്ടൽ എന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയല്ലേ. ലോക്ക് ചെയ്തേ. മുത്തുമണി എവിടെ? ആഹാ, ദുൽഖർ സൽമാൻ. Oh my god, just looking like a worst. അയ്യോ, എനിക്കിതിന്റെ ഇതാണ് ഇഷ്ടമായത്. മാച്ചിങ് 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 മാച്ചിങ്. ഈ വയ്യാക്കാരൻ പോലെ ഇതൊക്കെ റോഷി വയ്യ. അതെ, റോഷി വയ്യ നാട്ടെത്തിക്കണ്ട് നമ്മളെ അരികത്തൊക്കെ വരാം. ഇപ്പൊ മാറി ട്രിപ്പിന് നമ്മളെ കൊണ്ട് വരാതെ കിടക്കണ്ട. ഇതിപ്പോ നിലമ്പൂര് കഴിഞ്ഞാ നമ്മള് ഫുഡ് എന്തായാലും നേരത്തെ കഴിച്ചേക്കാന്ന് വെച്ചു. ഇന്നലെ ഫുഡ് കഴിക്കാണ്ട് പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ചേക്കാന്ന് വെച്ചു. എവിടെയാണ് തട്ടുകട എന്ന് പറഞ്ഞൊരു ഷോപ്പ്.
Feel, but I have no jacket. നല്ല കോമ്പിനേഷൻ. അതെ വെള്ള കളറിനൊക്കെ പച്ച കളർ നല്ല കോമ്പിനേഷൻ. അവിടെ മനസ്സിലായി ഇപ്പൊ അവിടെ ഇടും. ആ ചേച്ചി കോമ്പിനേഷൻ നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യാറ്. റോഷി അവിടെ എടുക്കുക മെല്ലെ. നല്ല അമ്മ അവിടെ കഴിക്കല് മൊരിദോശ. മൊജിറ്റോ മൊരിദോശ മൊരിദോശ മരിയൊക്കെ മുടിയുണ്ടെന്ന് നോക്കും. മൊരിദോശ ഇല്ല, മൊരിദോശ എന്നല്ലേ എനിക്ക് അറിയാം. നെയ്യ് ഇട്ടും നല്ലപോലെ മൊരിയിപ്പിക്കുന്നത്. ആ ഇത് ഇല്ലേ സാധന. ഒരു ഹാഫ് ബോയിൽ എടുത്തോട്ടെ. ഹാഫ് ബോയിൽ. ആ ബുൾസൈ. സിംഗിൾ തണ്ണി ഇപ്പൊ കുടിക്കണോ? looking like a bag. കാട്ടിലുള്ള ആന കാട്ടാനോ നാട്ടിലുള്ള ഇല്ല കാട്ടാനോന്ന് എന്ത് കാട്ടാനോ? അപ്പൊ നമ്മളെ ഊട്ടി അതെല്ലാം ചൊല്ലി ഇല്ല പറ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞില്ല, സസ്പെൻസ് ആക്കി വെച്ചതായിരുന്നു. പറ പറ. നിങ്ങൾക്ക് ആനനെ കാണണോ? എവിടെ എവിടെ എവിടെ? മേലെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മറ്റേ സ്ഥലം 3 കിലോമീറ്ററെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ നിങ്ങളെ ഈ ലൊക്കേഷൻ ഉണ്ടല്ലേ, ലൊക്കേഷനിനെ കിട്ടക്കോളോണം. കാരണം എന്താണെന്നറിയാം, ചിലപ്പോ ഓടി വേലെത്തി ഏറ്റവും വേലായിരിക്കും കിളക്കിളിയേണ്ടി വരുന്നതായിരിക്കും. ഓ മൈ ഗോഡ്. ഇല്ല നിങ്ങളെ മറ്റേ സ്ഥലം നമ്മള് കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. നിങ്ങളെ സ്റ്റേ ഉണ്ടല്ലേ, നമ്മളെ ഗൂഡല്ലൂർ ഇല്ലേ, ഗൂഡല്ലൂർ അവിടെ ഉള്ളേ. അവിടെയാണ്. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ അടുത്തെന്നാണ് ചൊല്ല്. നമ്മള് ഊട്ടിന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു 3 BHK അപ്പാർട്ട്മെന്റ്, 3 BHK ഇന്ന് 2 BHK അവൈലബിലിറ്റി ഇല്ലാത്ത കാരണമാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ ഇന്ന് ഒരു ദിവസത്തേക്ക് 2 BHK കിട്ടിയിട്ടുണ്ട്. നാളെ അത് ഷിഫ്റ്റ് ചെയ്ത് 3 BHK. ഞാൻ രണ്ടും ഒരേ ഇതിലാണ്. റേറ്റ് സെയിം അല്ല, റേറ്റ് ആദ്യം അവർ സെയിം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് മാറ്റി പറഞ്ഞു. 3 BHK സത്യം നമ്മളത് പറഞ്ഞിട്ടുണ്ടല്ലോ. 2 BHK 5,000 പെർ ഡേ, മറ്റതിന് 6,000 പെർ ഡേ. എന്നാലും കുഴപ്പമില്ല, കാര്യം അത്ര മറ്റേ ഇതായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഊട്ടിയിൽ ഒരു സ്റ്റേ കിട്ടാൻ വേണ്ടി. ഇത് മറ്റേ ഫ്ലവർ ഷോ എല്ലാം നടക്കുന്ന ടൈം ആവുമല്ലോ. നമുക്ക് ഭാഗ്യമുണ്ട്, എല്ലാ സ്ഥലത്തും ഫുള്ളാവും. റഷി ഇല്ലേ, നാളെ നമുക്ക് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോയാലോ? ഇന്നർ പാർട്ട് ഓഫ് ഊട്ടി. ഓക്കെ, ഒറ്റ വീഡിയോ എടുത്തരും. ഏത് വീഡിയോ? ആന ഇറങ്ങുന്ന സൈനില്ലേ? അതല്ല നമ്മ അവിടെ പോയിരുന്നിട്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ. ബൊട്ടാനിക്കൽ ഗാർഡൻ മൊത്തം ഷോപ്പിംഗ് അത് ആനനെ കാണിച്ചു തരാം. എവിടെ 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 കഴിഞ്ഞ
അടുത്ത കണ്ണനാണ് കൊമ്പനാണ് വലിയ വിട്ടാ മതി കേട്ടോ ചേട്ടാ. ചേട്ടാ ചേട്ടൻ കപ്പലോടിച്ച് മാത്രം ശീലിച്ച ഇത് കാറാണ് guys. മറ്റേ പുരുഷ ഒരു നിമിഷം അതിലാന്ന് വിചാരിച്ചു. ഒരു ചുരം നിലമ്പൂർ കേറുമ്പോൾ എത്തുന്ന ഒരു ചുരം. ഞാൻ പാടിയ പാട്ടിന് റിപ്ലൈ ചെയ്ത് ആ രതിലിനാ അപ്പോ നമ്മള് ഭാഗ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് സീരിയസ് ആയിട്ട്. വന്ധ്യഭാരത്തിൽ തോന്നു വേണ്ടേ വന്ധ്യഭാരത് പോകും ഒന്നും ചെയ്യരുത്. ആരെ ഇനി ഞങ്ങൾ ആർക്കും കാണിച്ചു കൊടുക്കാം. ആന വന്ന് എന്ത് കേട്ടോ കൊമ്പനാനെ പാടുന്നല്ലേ ഉള്ള കൊച്ചു കൊച്ചു കൊമ്പനാണി കണ്ണനാണേ കൊമ്പനാണി കുമ്മനാണേ ഡെഡിക്കേറ്റഡ് ടു ഓ മൈ ഗോഡ്. ഞാൻ അത്ര റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഗൈസ്. ലൈക്ക് ബിലു, കമന്റ് ബിലു. ഹായ്, ദിസ് ഈസ് എ ഫാന്റാസ്റ്റിക് വ്യൂ. ആദ്യമേ പച്ചന്നല്ലേ റമിന് ഒരു സിക്നെസ് തുടങ്ങിയപ്പോ കവർ അവിടെ ഉണ്ട് മെഡിസിൻ റമിന് മൊബൈലും കവറാ മാപ്പ് നോക്ക മാപ്പ് മാപ്പ് എന്തായാലും എത്തേലും ലിപ്പയില് തുടങ്ങി. ഊട്ടി ടെറൈൻ പോലും ആയല്ലേ നോക്ക്. ഓ മാപ്പ് ഒന്ന് എവിടെ മാപ്പ് ഇത് വഴിയാണ് എൻ്റെ അമ്മ. സംഭവം പറഞ്ഞ ആ ഒരു ഉരുളക്കിഴങ്ങ് ചെല്ലക്കുട്ടി എങ്ക പോച്ച് അത് വിടുന്നതിനെ അമ്മ വന്ന കൊഞ്ചി കക്കിരിക്ക കുടയിലെ തോങ്ക പോച്ച് കക്കിരിക്ക അമ്മ വന്ന് നമ്മള് ഈ വീഡിയോ എന്നാലും ഊട്ടി എത്തുന്നവരെ ഉള്ള വീഡിയോ ആണ് കേട്ടോ. കാര്യം ഇഷ്ടം പോലെ എടുക്കാനുണ്ടാവും. പിന്നെ നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് ഒരു കുട്ടിയുണ്ട് ബാഗ് വിട്ടിട്ട്. റോഷൻ വന്ന് ക്ലാരിഫൈ ചെയ്തേ ഫ്രണ്ടിലിരിക്കുന്നത് മാത്രമാണ്. അപ്പോ അത് കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോന്റെ ലെങ്ത് കൂടി പോകുമെന്ന് വെച്ചിട്ട് നമ്മള് ഊട്ടി വരെ എത്തുന്നത് ഒരു വീഡിയോ ആയിട്ട് വെക്കാന്ന് വെച്ചു. പാട്ട് വേണോടാ, പാട്ട് വെച്ച് എല്ലാരും സൈലന്റ് ആവുന്നു അല്ലേ ജീന? ആ വിഷയം പറവില്ലായിരുന്നു. ആ ഇത് കട്ടി കൂടും ഇത്
ഓരോ കിലോമീറ്റർ ഇല്ല ഇടോ, താനല്ലടോ പറഞ്ഞു 2 കിലോമീറ്റർ ആണ്. അല്ല താനല്ലടോ പറഞ്ഞ 2 വളവ്. ആ 2 വളവ് ഓരോ കിലോമീറ്ററിന്റെ അവിടെ ഓരോ വളവ്. ആന വണ്ടി മുന്നുള്ള വണ്ടിക്കനുസരിച്ചില്ലേ മോളെ എമൗണ്ട്. ട്വന്റി ആക്കണോ? കയറ്റി വിട്ടേക്കട്ടെ. ഇല്ല പോലും. നമ്മുടെ റാമിൻ വേണ്ട എവിടെ അയച്ചോ എടാ ഞാൻ ആള് കേറിയല്ലേ പ്ലീസ് എന്നാ സ്ഥലം സെറ്റിങ്സ് മാറ്റരുത്. സെറ്റപ്പ് ആക്കിയതായിരുന്നു. ഇത് പിടിച്ചോ. ഓ മൈ ഗോഡ്, അല്ലോ അവിടെ വെച്ച നന്നത് ഇത് ഊട്ടി മറ്റേ പട്ടിക്ക് വേണം ഇപ്പൊ അവള് സാധനമാണ്. നെറ്റ് കിട്ടിയ ഫോട്ടോസ് ഷെയർ ചെയ്യണം. അപ്ഡേഷൻ Okay guys, let's go. Closing the door in 3, 2, 1 0. കൈ വിട്ടുമ്പേ കുറച്ച് മയത്തിലൊക്കെ കല്ലടി റമി ഇങ്ങനെ ആക്കിയ ഞങ്ങൾക്ക് ബാക്കിലൊക്കെ ഉള്ള ചീട്ടാ സീരിയസ് ആയിട്ടല്ലോ. ലെവലിൽ കൊണ്ടുവന്നോട്ട് അതെ HD ക്വാളിറ്റി കയ്യുങ്ങ ഇങ്ങനെയാണെങ്കിൽ ഇത് റീൽസ് ആയതുകൊണ്ട് കയ്യായിരിക്കും. ഓ നമ്മള് പോകുന്ന വഴിക്ക് റെമിന് എപ്പോഴും ഈ കാർ സിക്നസ് ഉള്ളതാ. അപ്പൊ നിർത്തി പോവേണ്ടി വന്നു. റീൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് സ്റ്റാറ്റസ് വെക്കാം, അല്ലാത്തവർ കണ്ട് മാറേണ്ടതാണ്. ഓക്കേ, ഗ്ലാസ് താഴ്ത്താൻ കഴിയാല് ഗ്ലാസ് ഓടിക്കോ. നമ്മ എവിടെ പോണ്ടേ? ചുറ്റാൻ എവിടെ പോണ്ടേ? എവിടൊക്കെ വണ്ടി ഉണ്ടാവും മുഞ്ഞാല്. എവിടെ മുഞ്ഞാല് കാറുണ്ട് വിളയ്ക്കോ? ആകെ മുന്നിലൊരു കാറുണ്ടോ? നമ്മളെ റിവേഴ്സ് എടുത്തോ. ഹോൺ അടിച്ചതൊക്കെ
എവിടക്ക്? ഓ ഗ്ലാസ് തുറക്കണം. ഇതേ ഒരാളെ ബാക്കില് പോയി അവിടെ കിടക്കുവാണ്. ഞങ്ങളൊന്ന് ഫ്രഷ് ആവാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അടിപൊളി. അപ്പോ നമ്മള് ഊട്ടി കയറിയെന്ന് വെച്ചാൽ ഊട്ടി തേയിലത്തോട്ടമൊക്കെ കണ്ടു തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇനി എത്ര മിനിറ്റ് ബാക്കി? 1 hour. ഇനി നമുക്കൊരു 1 hour കൂടിയിട്ട് ഇനി നമുക്ക് ജീനാത് ഇട്ട് കൊടുക്കും. നിങ്ങളെ ഇന്നത്തെ അപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഊട്ടിയിലെത്തും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു വയനാടൻ ചുരമൊക്കെ അല്ലെങ്കിൽ മൂന്നാർ ചുരം കയറുന്ന പോലത്തെ ഒരു ഫീല്, ഊട്ടീൻ്റെ ഒരു ഫീല് വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരുമായിരിക്കും. ഞങ്ങളെല്ലാവരും തന്നെ, ഞാനും ജീനയും റമീനയും എല്ലാവരും 9th പഠിക്കുമ്പോൾ അല്ലേ വന്ന ഊട്ടി? ഞാനെപ്പോഴും അവിടെ വന്ന് അത് കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് അത് സ്കൂളിന് ടൂറിന് വന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ബാക്കി വിശേഷം ഷെയർ ചെയ്യാം. നമ്മുടെ ജീനയുടെ മെയിൻ പരാതി ഞാൻ ഇടയ്ക്ക് വ്ലോഗ് മറന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. സത്യം പറഞ്ഞാൽ അതെ അല്ലേ? വിടുവാനാ? ഓക്കേ. അവരവിടെ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കി. ഞാനിവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി. സാമ്രാജ്യത്തിന് മൊത്തം ഞാൻ കാണിക്കുന്നില്ല. ഇതിലെ കാണ്ടിമേ ಈಗ നോക്ക് നോക്ക്. നല്ല അടിപൊളി തണുപ്പ്. പക്ഷെ ഊട്ടിയിൽ കുറെ റീൽസ് ഒക്കെ കണ്ടപ്പോൾ തണുപ്പിന്റെ ഭയങ്കര പീക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോട പ്രശ്നമാണ്. നേരത്തെ കടയൊക്കെ അടച്ചു പോകുന്നുണ്ടെന്നൊക്കെയാണ് റിവ്യൂ കണ്ടത്. അറിയില്ല, ഇനി പോയി കാണണം. വെയിൽ അവിടെ നിന്ന് അടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നല്ല വിശേഷം ഉണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാം. അല്ലെങ്കിൽ തരൂ ഇത് കണ്ടോ? തരാതാണ് ചൊല്ലിക്കോട്ടുള്ള മേമയൊക്കെ ഒന്ന് താ ഡാർലിംഗ്. മേമയ്ക്കൊന്ന് കൂടൂ. അയ്യോ ഞാൻ പായിട്ട് മേമയ്ക്കൊന്നു ജീനയ്ക്കൊന്ന്. താങ്ക് യു. മേമയ്ക്ക് ഒന്നുകൂടി തരുങ്ങ ഡാർലിംഗ്. ഓ കിട്ടി തരും അന്നത്താ. ഇതിന്റെ പാക്കറ്റോട് വേണമെന്ന് പറഞ്ഞാൽ പോലെയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ചീസ് ഫ്ലേവർ ഇല്ലേ നമുക്ക് ഫേവറേറ്റ്. ഇതല്ല മാനിമുല്ലൊന്നുമില്ല. അതില്ലടോ, ഞങ്ങൾ മണാലിക്ക് പോയിണ്ടേരം ചുരം കയറുണ്ടായിരുന്നെങ്കിൽ ഒരു ചെടി കാണണ്ട മറ്റേ. എന്നിട്ട് നാഞ്ചല്ലയില് കറിവേപ്പില ലീഫ് പോലെയാണ്. അപ്പൊ നാഞ്ചല്ല കറിവേപ്പാണ്. ജീനെ കോടിയാ? ആ ഞാൻ ഓടിക്കട്ടെ. താങ്ക് യു.
മക്കളെ പറ്റിക്കുമ്പോ കിട്ടുന്നൊരു സുഖം. പാവം. കൈയിട്ട് വരലിന്റെ സുഖം ഞാൻ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ ചേച്ചി ഡൊണേറ്റ് ചെയ്ത് ആൾക്ക് ഇല്ലാണ്ടായി തോന്നുന്നു. അത് ഓർക്കണ്ട, എൻജോയ് ദ മൊമെന്റ്. ഡിസംബർക്ക് തന്നെ കല്യാണം ചെയ്ത് കഴിയാന്നില്ല, അങ്ങനെയില്ല. ചിലപ്പോ ഹണിമൂൺ ചെലപ്പോ ഒരു ഹണിമൂൺ പോയേണ്ടി വരും. ഞാൻ എടുത്തോട്ടെ, കുഴപ്പമില്ല. ചെറിയൊരു ഉപകാരം അത്ര മാത്രം. എടോ അപ്പൊ ഒരു ചെടി കണ്ട കറിവേപ്പില ഇല പോലെയാണ്. അപ്പൊ നാച്ചുറലി കറിവേപ്പ്. റഷിക്ക് ആദ്യം കറിവേപ്പൊന്നല്ലേ ഇല്ല? റഷി ഓർക്കുന്നുണ്ട്? ഞാൻ നല്ലോണം ഓർക്കുന്നുണ്ട്. കറിവേപ്പിന്റെ ഇല പോലെ പറഞ്ഞു എടോ. എന്നിട്ട് ഫോൺ തരാം. ഓക്കെ തിരിച്ചു വേണ്ടി വരും. എന്നിട്ട് മുമ്പി ഉറച്ചു നിന്നെ കറിവേപ്പില്ല. ആക്ച്വലി കറിവേപ്പാണെന്ന് തോന്നുന്നുണ്ട്. അതന്നെ എടോ, ഇങ്ങനെ ചുരം കയറേണ്ട ഇവിടെ എല്ലാം ഉണ്ട്. കഥ ശ്രദ്ധിക്കടോ, താൻ വിഷയത്തിന് അപ്പഴത് കറിവേപ്പ്. റാഷിക്ക് കഥ ഒരുപാട് മുമ്പോട്ട് ഓ മറ്റുള്ള ബാവയാ. ഇത് വാങ്ങിച്ചപ്പോ ഇത് ഫ്രീ കിട്ടിയതാ. ഇതുവരെ ഇതാണ് എസ്ലി സുബേരി കുടിക്കുന്ന ചായയില് ചായ ഉൽപ്പാദിപ്പിക്കുന്ന ഫാമിലി മൊത്തം താനെന്തോ കുത്തിപ്പറയുന്നു. അതെ, കുരങ്ങ് എല്ലാ മരത്തിലും ഉണ്ട്. അവിടെ നോക്കിക്കോ, ഇങ്ങനെ നോക്കിക്കോ. എന്നാ കുഞ്ഞാകം അതെന്നത് കുരക്കില്ല, കുരങ്ങ്. കുരങ്ങ് പിടിക്കോണ നല്ല കുഞ്ഞെ പിടിക്കോണ. ഇത് അവ മാറിയത് പലു സംഭവം നല്ല ഹരം കൊണ്ട് ആരെങ്കിലും ഒന്ന് വീഡിയോ എടുക്കുന്നല്ലോ വേണ്ടി മക്കളെ ഒന്ന് എവിടെ കൊണ്ട് മോളെ വയറിറങ്ങിക്കോട്ടെ. നമ്മളെ റോഷൻ ഭയ്യ ഷിഫ്റ്റ് ചെയ്തോ. മേമതാട്ടിട്ട് എസിലിൻ വാവേ ഇല്ല കണ്ടോ ഞങ്ങളുടെ ഷൂ മിക്കി മിക്കി. കുരങ്ക് പോയി, ഇനി കുരങ്ക് വരും. ഓക്കെ, നമ്മളെ റഷീഖ് ഭയ്യ ഉറങ്ങാൻ തുടങ്ങി. എവിടെ 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 ശരിക്കും പറഞ്ഞ അവിടെ പോയിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. ഞങ്ങൾ വന്നപ്പോ മുതൽ റെസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അല്ലല്ല, റൂമിൽ വന്നിട്ട് നൈറ്റ് നേരത്തെ ഇറങ്ങിക്കളോ, നമുക്ക് ഈ പണിയൊന്നും ഉണ്ടാകില്ല. ഓക്കേടാ. ആര് കിട്ടിയില്ലല്ലോ, പക്ഷേ കിട്ടുന്നല്ലോ.
അമ്പു എവിടെയും പോയി പെട്ടാ നീ ഇങ്ങനെ കിടന്നു വീഡിയോ എടുക്കണ്ട്. റഷീഖ് മോനെ മെല്ലെ എടുക്കുങ്ങാടാ. സൈഡ് ആക്കണമെന്ന ഒരു ഇത് ആക്കണമെന്നാണ് എന്നെ ഒരു ആഗ്രഹം. ഇത് പൈൻ ഗാർഡൻ എവിടെയുള്ളൂ? പൈനില്ലേ? ബൈക്കോട്ടെ നമ്മൾ ഇറങ്ങി നിൽക്കുക. ഇരുപത്തോട്ടെ ഓടിന്റെ നമ്മള് ഇങ്ങനെ പോകുന്ന വഴി അതെ ഒരു പൈനാണെന്ന് തോന്നുന്നു അല്ലേ? പൈനാണോ യൂക്കാലിപ്റ്റസ് ആണോ? യൂക്കാലിപ്റ്റസ് ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഒരു കുറെ ഏരിയ നമ്മുടെ ഊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ യൂക്കാലിപ്റ്റസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന് വെച്ചു. ಈಗ ರಶೀನ അടുത്തൊക്കെ വേണ്ടി പോലും ഒന്ന് കാണുകയില്ല. ജസ്റ്റ് ಈಗ ರಶೀಕ್ ಬೈ അങ്ങോട്ട് പോയിക്കോ. റോഷനെ ബായെന്ന് ಈಗ വണ്ടി ബയ്യ എടുക്കണ റോഷനില്ല. ഡ്രസ് മാറ്റിട്ട് ടൈം ഒന്നും ഇതാക്കില്ല. അത് തന്നെ ഇട്ടോ ആണ് ഇട്ടോ. യെസ്, ഇതൊക്കെ വുഡ്. ഐ മീൻ വുഡ്സ്. എന്നെ വേണം ഭാവി വേണം. ഓ ഭാവി കെട്ടിപ്പൊക്കിയാലും കെട്ടിപ്പിടിച്ചതാ ഇങ്ങനെ പിടി. ഇതൊക്കെ ಈಗ നാ മേലൊക്കെ എടുക്കും. ഇങ്ങനെ നോക്കിയാണ് അതാണ്. വാവ്, ഇത് കണ്ടോ? നിങ്ങൾ ഇത് കാണുക. തെണ്ടിയൂള. ഞാൻ പറയാം, നീ പറയണ്ട, നിനക്കറിയില്ല. ഓ ഓ ബ്ലോഗറിനെ മാത്രം കണ്ടില്ല. അവിടെ പോയി ഫോട്ടോനെ മാത്രം കിട്ടിയില്ലേ? ഒന്ന് തന്നെ ഞാൻ ഇങ്ങനെ തരുന്നേ. സേവ് ആക്കട്ടെ. നമ്മക്കായി കൂടി നിന്നൊരു ഫോട്ടോ എടുത്താൽ ഇവിടെ ഉണ്ട്, അടിയുണ്ട്. നിങ്ങളെ ഷോട്ട് ഞാൻ എല്ലാരും വീഡിയോ കിട്ടുന്നുണ്ട്. ഷോട്ടൊക്കെ കിട്ടിക്കൊള്ളേ. കിട്ടീനെ അതപ്പം അവിടെ വേണോ? ആ നേരിട്ടോ.
സത്യം പറഞ്ഞ വേറെ ഒരു വൈബാണ്, ഒരു രക്ഷയില്ല, അടിപൊളി. ഫോട്ടോ എടുത്തിരുന്നു ഫോട്ടോ ഇല്ല അടിപൊളി. ആള് ടയേർഡായി ഭയങ്കരായിട്ട്. രമ്യമോന് ഇപ്പൊ ഉറങ്ങിയിരുന്നു. എങ്ങനെയുണ്ട് ഇതിലും ബേബി? സൂപ്പർ. ഒന്നും പറയാനില്ല കേട്ടോ, ഒന്നും പറയണ്ട കേട്ടോ. ഇല്ല, അടിപൊളി ഫോട്ടോ. ഓ മൈ ഗോഡ്, എനിക്ക് ഈ ഡ്രസ്സ് എന്റെ ഔട്ട്ഫിറ്റ് ഭയങ്കര ബോറായി. അപ്പളേ വലിയ എടുത്തോളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഔട്ട്ഫിറ്റ്സ് പ്രിപ്പറേഷൻ അല്ലാണ്ട് പ്രിപ്പയർ ആവാണ്ടാന്ന് വന്നെ. എനിക്ക് ഭയങ്കര തകരായി. ഫൈൻ 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 ഫൈൻ. ഞാൻ ഇതിന്റെ ഒരു അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് നിർത്തിയതാണ്. എന്റെ ഔട്ട്ഫിറ്റ് അത്ര എനിക്ക് വൃത്തിയായിട്ട് തോന്നില്ല ഫോട്ടോയിൽ. ഇല്ല, അപ്പൊ എന്തായാലും ഞങ്ങൾ തിരിക്കട്ടെ. ഇവിടെ ഇങ്ങനെ എന്തായാലും ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ കുറേ യൂക്കാലിപ്റ്റസിനെ ഇതേപോലെ കാണാമല്ലോ. ഇതിപ്പോ ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ കണ്ടതുകൊണ്ട് നിർത്തിയതാ. ഓവറല്ലേ എന്നൊരു ഡൗട്ട്. എനർജി ഇല്ലാത്തതാ. നമ്മുടെ റെമിൻ ബേബിക്ക് ട്രാവൽ സിക്നസ് ഉണ്ട് ഗൈസ്. ട്രാവലോഫോബിയ. അപ്പൊ ശരി, റോഷൻ ബ്രോ, നമുക്ക് പോയാലോ ആക്കിയാ മതി. റോജി ഇത് കൈണ്ടവര് മുന്നിലുള്ള ക്ലച്ചോട്ടെ ഓടുന്ന ഡ്രൈവിംഗ് സീറ്റിൽ കളിക്കോടെ ഓടണമല്ലോ ഒരാൾക്ക്. നോക്കട്ടെ, കൊറേ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടല്ലേ. ജീനയാണോ ഡ്രൈവ് ചെയ്യുന്നത്? അതെ, കാണാൻ വേണ്ടിട്ട്. അതെ, ഞങ്ങൾക്ക് കുറച്ച് ഓടിക്കാൻ കയറിട്ടോ. കമ്പനിയിലത്തെ ലോറി എടുക്കുന്നത് ഈ ചേച്ചിയാണ് കമ്പനിയിലത്തെ ലോറി ഓടിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പോകാണെന്ന് തോന്നുന്നുണ്ട്. റമി നോക്കിയാ കുറച്ച് നിർത്തിയാലേ. ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് നിർത്തിയതാണ്. മാത്രല്ല നല്ല അടിപൊളി ഒരു വ്യൂ അവിടെ ആ സൈഡ്, ഒരു ലേക്ക് വ്യൂ. ഓ എസിലിന്റെ ബാഗ് ആരെങ്കില ആ റോഷൻ പയ്യ എടുത്തു തരാം. ഇല്ല, ചായ വേണമെന്നല്ലേ തന്നെ. ആ ബാഗ് ഇതിലുള്ളത് അവളുടെ സാധനങ്ങൾ തന്നെ. ചായ അല്ല, ആ അതെ, ഇവിടെ ഈ സൈഡ് മതി. ലേക്ക് വ്യൂ
വീൽ പക്ഷെ നല്ലതാണ് എവിടെ എടാ അവിടെ അവിടെ നിർത്തിയാ പോരെ റോഷി അവിടെ അവിടെ ആ എന്നാ റിപ്പോർട്ട് ചെയ്യണ്ടേ റിപ്പോർട്ട് ചെയ്യുവാണ് ഇനി നിർത്തിയാ വാവ് അടിപൊളി. വേറെ ആ ബത്തക്കായ കണ്ടത് ബത്തക്ക പൊടി. അതൊക്കെ ഇല്ലേ ആ ആ ഇന്ത്യയിൽ ഈ ബത്തക്ക മുകളിലുള്ള ഏക പോസ്റ്റ് അത് ജീവന പറയണ അത് കണ്ടെത്താൻ ഇത് മോളെ എന്ത് കണ്ടെത്താൻ ഇതിഹാസം ചിലപ്പോ ഇതിഹാസം കാണിക്കാൻ തോന്നും. ஆமா இங்க போயிருக்கலாமே ഇവിടെ ഇരിക്കാം ഈ ബാഗാ ഡോറയാണോ അത് ലോക്ക് ചെയ്തിന് കഴിഞ്ഞ വണ്ടി ആ എല്ലാവർക്കും കട്ടൻ കാപ്പി ആ മധുരം കമ്മിയാണ് കട്ടൻ കാപ്പി എനിക്ക് റഷി ചേട്ടാ ഒരു ഗ്ലാസ് കൂടി തരുമോ യാ മോനെ കൂട്ടി എക്സ്പ്ലോറിങ് റോജ ആലിക്കാക്കോ എന്നെ നാളാക്കിണേ ടൂറില്ല എന്നോട് റോജി ബാക്കുള്ളി തിന്ന് ഇവിടെ തൊണ്ട എക്സ്പയറി ഡേറ്റ് ചെയ്തില്ല തീരുള്ളൂ. ആ ഞാൻ അവിടെ മാറ്റാൻ പറ്റും കണക്കുണ്ട് ഇതിന് കണക്കുണ്ട് അതിനൊക്കെ നോക്കണം ഓക്കെയാ കാപ്പിയേ ഇനിത് ഇതായി ടോക്കിംഗ് ടോമിനെ പോലെ കാപ്പിയെ അതിൽ കൊടുത്താൽ കാപ്പിയെ കാപ്പി ഹൈ റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ കട്ടൻ കാപ്പിയിൽ കട്ട കോമ്പിനേഷൻ പൊടി പൊടി എന്നൊരു ഫോട്ടോ അങ്ങനെ ഞങ്ങൾ എത്തി ഇവിടെയാണ് ഇതാണ് ഗ്രീൻ യാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ടേജ് ഇവരോട് രാവിലെ വിളിച്ച് പറഞ്ഞതാണ് തണുപ്പെന്ന് വെച്ചാ ഈ റീൽസിൽ കാണുന്നൊക്കെ ഓവർ തണുപ്പൊന്നുമില്ല അല്ലേ അന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ചിലപ്പോൾ രാത്രി മാറ്റി പറയും ഇതാണല്ലേ പാർക്കിംഗ് എന്ന് പറഞ്ഞ എന്നെ ഒരു ഫോൺ കണ്ടേല ഇല്ല
ഇതാരാ ബാഗ്? ഇതാരാ? എന്നതോ എന്നാ ലഗേജോ എന്നാ ലാപ്പുണ്ടോ? ഇതുപോലത്തെ ഒരു സൂട്ട് കേസ് വേറെ ഒന്നും ഉണ്ടാഞ്ഞല്ലോ. ആ അതാണല്ലേ ഇത്. ആയാലും വിട അത് മക്ക എടുത്തോളും ഇല്ലേ മക്കളെ. എന്നാ ടീഷർട്ട് എടുത്ത മുന്നിലുണ്ട് ഉണങ്ങിപ്പെങ്കില്ലാത്ത ഇപ്പ ഇതിപ്പോ തന്നെ നല്ല ഡ്രസ്. ആ ചേച്ചി ആ ചേല്ല ഗൈ അതാണ് എടുക്കേണ്ടത്. അതെന്നാ വാശി പിടിച്ച് വാങ്ങിയ 4 കപ്പും കൊണ്ട് വരുവാണ്. നല്ല രസമുണ്ടല്ലോ. എടാ റമി ഉറങ്ങി അവിടെ കേരളത്തിൽ എന്ത് ഈനെ നാ എടുക്കണങ്ങ കൊണ്ട എന്നെ പെട്ടി നച്ചു വന്നു. ഡോറ നമ്മള് ഊട്ടി എത്തി കേട്ടോ. തരേ ആരാ തരാ ബാഗ് തരാന്ന്. അയ്യോ ബാഗ് തരണോ? എന്നാ സകല എന്നത് എന്താണ്? ആ ഷെയറേ സ്വെറ്റർ കിട്ടും ഇവിടെ. ആ അത് കിട്ടിയാ മതി. അപ്പൊ നമ്മള് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് റൂം. അവര് ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പൊ ക്ലീൻ ചെയ്യട്ടെ. മറ്റേ ഇത് ഒരു റൂം, പിന്നെ ഇവിടെ ഒരു റൂം. അപ്പോൾ 2 BHK ആണ് ഫസ്റ്റ് ഡേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കിച്ചൺ ഉണ്ട്. അവർ ഇപ്പോൾ പൈസ കൊടുത്തതിന് ശേഷം ഒരു മുടക്കം പറയുന്നുണ്ട്, കിച്ചൺ ആക്സസ് ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പം എന്തെങ്കിലും ആവട്ടെ. ജീനക്ക് എന്ത് സംഭവിച്ചു? അങ്ങനെയെങ്കിലും ക്ലീൻ ആവട്ടെ. ഇതൊക്കെ ആ കള്ളക്കരച്ചിലായിരുന്നു. ഇതൊക്കെ അഴുക്കാണ്. ഇത് ദിവൽക്കാരുള്ള ഇത് വീക്കായത്, ബോഡി വാഷ് വീക്കായത്, ചൂടുവെള്ളം ഇല്ല. അതിനായിട്ട് നല്ല പൊടി തന്നെ വേണ്ടി. എന്നിതേ ഇതില് ഓക്കെ. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രിപ്പിംഗ് വീഡിയോ അല്ല, വേ ടു ഊട്ടി വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളൊന്ന് ഫ്രഷ് ആവണം. പിന്നെ അതേപോലെ മറ്റേ ഫുഡ് കഴിക്കണം. വേറെ കുറച്ച് ഇപ്പൊ ഉച്ചക്ക് 1:30 ആയി ടൈം. അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ നേരത്തെ കോട ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ അതിന് ഉള്ളിൽ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടു തീർത്തിട്ട് 2 സ്ഥലങ്ങളിലേ പോകുന്നുള്ളൂ ഇന്ന്. അപ്പോൾ അതേത് സ്ഥലങ്ങളിലാണ് വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തായാലും കാണിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ യെസ്, സീ യു നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.